എൻ്റെ പേര് ഓസ്റ്റിൻ. ഞാൻ നോർത്താംപ്ടൺ UK-യിൽ നിന്ന് വരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതെൻ്റെ കുഞ്ഞെൻ്റെ കൂടെ നിൽക്കുന്നത്. എനിക്കൊരു വൈഫുണ്ട്, ഒരു മൂത്ത മകനുണ്ട്. ഞങ്ങൾ UK-യിൽ സെറ്റിലാണ് കഴിഞ്ഞ 7 വർഷമായിട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് 7 വർഷമായി. എൻ്റെ NMC പിൻ നമ്പർ കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, NMC പിൻ നമ്പർ കിട്ടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് 3 ഹഡിൽസാണുള്ളത്. ഒന്ന്, NMC പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. രണ്ടാമത് നമ്മൾ CBT എക്സാം പാസ്സാവണം. മൂന്നാമത് OSCE കിട്ടണം. ഈ 3 പ്രോസസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ തന്നെ NMC പോർട്ടൽ 2017 ഞാനൊരു NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒരു കാരണവശാലും തടസ്സപ്പെട്ടു പോയി. അപ്പോൾ അത് കാരണം 2023 ഞാൻ NMC രജിസ്ട്രേഷന് ട്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സിസ്റ്റഡ് ആണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പല രീതിയിൽ വന്നു. ഞാൻ പലവട്ടം NMCനെ പല വർഷം കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു, നിങ്ങൾ വീണ്ടും ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ. 1.5 മാസം കഴിഞ്ഞു. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു. വൈഫ് പറഞ്ഞു, എന്തായാലും നമ്മൾ കൃപാസനത്തോട് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക, നീ കയ്യിലും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ലൈറ്റ് കാൻഡിൽ പ്രയർ എന്ന് പറഞ്ഞു. കുറേയധികം പ്രാർത്ഥിച്ച് വിഷമിച്ച് പിന്നെ വീണ്ടും ലൈറ്റ് കാൻഡിൽ പ്രയർ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. അവർ വീണ്ടും NMCയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തല്ലേ, നിങ്ങൾ നിങ്ങളുടെ പോർട്ടൽ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അത്ര നാൾ 1.5 മാസം നിന്നപ്പോഴും അവർ പറയാത്തൊരു കാര്യം അപ്പോൾ ചെയ്തു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എൻ്റെ NMC പോർട്ടൽ ഓപ്പൺ ആവുകയും ചെയ്യുകയും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ CBTക്ക് വേണ്ടി ഞാൻ 6 മാസം പ്രിപ്പയർ ചെയ്തു. 6000-ൽ പരം ഉത്തരങ്ങൾ പഠിച്ചു, ചോദ്യങ്ങൾ പഠിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എനിക്ക് ഉറപ്പാണ് എനിക്കെല്ലാം കിട്ടും. എല്ലാ കാര്യങ്ങളും ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ കൂടിയും എനിക്ക് അതിനെക്കുറിച്ച് ആൻസർ അറിയാം എന്ന രീതിയിൽ ഞാൻ പോയി. അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹഡിലാടുന്നത്. ഞാൻ CBTക്ക് കയറുന്നു, എൻ്റെ പാസ്പോർട്ട് കൊടുക്കുന്നു, എല്ലാ പേപ്പറുകളും എടുക്കുന്നു. അവിടെ കയറിയിരുന്നു, കമ്പ്യൂട്ടറിൽ എക്സാമിന് പോകുന്നു. 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഒരു കാര്യവും ഞാൻ പഠിച്ചത് വന്നിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. എന്തു പോയാലും എനിക്കൊന്നും അറിയില്ല. ഉറപ്പാണ്, ഞാൻ പൊട്ടി, ഒരു വ്യത്യാസവുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചു. കയറുന്നതിന് മുമ്പ് ഒരു തുണ്ടുപ്പ് ആരും ചവിട്ടാത്ത രീതിയിൽ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതിന് മുമ്പിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവർ പറഞ്ഞു, ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പാസ്പോർട്ട് വിടയ്ക്കുന്ന വാഷ്റൂമിൽ പോയിട്ട് പോവാം, വേറെ ഒന്നും ചെയ്ത് ഡയറക്റ്റ് വരണമെന്ന് പറഞ്ഞു. വാഷ്റൂമിൽ പോയപ്പോൾ എൻ്റെ ചിന്ത, എന്തായാലും പൊട്ടി, ഇനി മുമ്പോട്ട് കയറിയിട്ട് കാര്യമില്ല, പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് മുകളിലിരിക്കുന്ന കാരണം മാത്രം ഞാൻ മുകളിലേക്ക് കയറി. ഞാൻ വീണ്ടും എന്തായാലും ഇത്ര അപ്പിയർ ചെയ്തല്ലേ, വീണ്ടും അപ്പിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുൾ അപ്പിയർ ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ ഉറപ്പാണ് എല്ലാം കഴിഞ്ഞു. 3 മണിക്കൂർ 4 മണിക്കൂർ വേണ്ട എക്സാം, 38 ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതേതാണെന്ന് പോലും അതിൽ കാണിക്കില്ല, 138 ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി എല്ലാം ഞാൻ പൊട്ടിയെന്ന് ഉറപ്പിച്ച് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചു, പാസ്പോർട്ട് കൊടുത്ത് അവരോട് CBT പ്രത്യേകത ഞാൻ അപ്പം തന്നെ നമ്മൾ റിസൾട്ട് അറിയും. ഒരു പേപ്പറും മടക്കി, വൈറ്റ് പേപ്പർ A4 ഷീറ്റ്, ഇതുപോലെ A4 ഷീറ്റ് എനിക്ക് മടക്കി തന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പൊട്ടി, നോക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാസ്. അവിടെയാണ് അച്ഛൻ പറയുന്ന പോലെ, നോട്ട് യുവർ മെറിറ്റ് ബട്ട് യുവർ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് കൃത്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു കഴിവല്ല, ദൈവം തന്നതാണ്, അതൊരു ഉറപ്പാണ്. ഇത് കഴിഞ്ഞു. അടുത്തത് ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാം കഴിഞ്ഞു, ഇനിയെല്ലാം പാസ്സാവും, എന്നെ എല്ലാം ക്ലിയർ ആവുന്നു. ഞാൻ 800 പൗണ്ട് കൊടുത്ത് OSCEക്ക് അടുത്ത ഹഡിൽ OSCEക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബർ 18 ബുക്ക് ചെയ്ത് രാവിലെ 8 മണിക്ക്. അപ്പം ഞാൻ രാവിലെ എൻ്റെ റൊട്ടീനുണ്ട്, ഞാൻ കുർബാനയ്ക്ക് പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവുക. കുർബാനയ്ക്ക് 9 മണിക്ക് പോകാൻ വണ്ടി എടുത്ത് പോകുന്നതിനിടയിൽ ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ അവർ 2 ആഴ്ച കഴിഞ്ഞ് എനിക്കൊരു ഇമെയിൽ അയച്ചായിരുന്നു, നിങ്ങളുടെ എക്സാം 12 മണിക്ക് എന്നുള്ളത് 8 മണിക്ക് പോസ്റ്റ്പോൺ ചെയ്തു എന്ന്. ഞാനിത് കാണുന്നത് 9 മണിക്ക്. എൻ്റെ കണ്ണിലാകെ ഇരുട്ട് കയറുന്നു, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ എങ്ങനെയോ വണ്ടി തിരിച്ച് വീട്ടിലെത്തുന്നു. എൻ്റെ കയ്യിലുള്ള പേപ്പർ, എൻ്റെ കയ്യിലുള്ള ചാവി അടിച്ചു പൊട്ടിക്കുന്നു, വളരെ വിഷമത്തിൽ. വൈഫ് പറഞ്ഞു, എന്തിനാ കരയുന്നത്, നമ്മുടെ കൂടെ മാതാവുണ്ട്, ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ എൻ്റെ ട്യൂട്ടറെ വിളിച്ചു തന്നു. ട്യൂട്ടറിന് ഞാൻ സെപ്പറേറ്റ് പഠിച്ചതാണ് 600 പൗണ്ട് കൊടുത്ത്. അപ്പോൾ ടോട്ടൽ ഇന്ത്യൻ മണി 1,60,000 രൂപ ഞാൻ ഓൾറെഡി മുടക്കി കഴിഞ്ഞു ഒരു OSCE എക്സാമിന്.
ഇത് കഴിഞ്ഞ് ഞാനപ്പോൾ 600 പൗണ്ട് മുടക്കി. അപ്പോൾ ഞാൻ വിളിച്ചു ഡോക്ടർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, വേഗം ഡ്രസ്സ് മാറ്, യൂണിഫോം ഇട്, വേഗം ഡയറക്റ്റ് പോയി അവിടെ പോയി സംസാരിക്കുമെന്ന് പറഞ്ഞു. എനിക്കിനി വണ്ടി ഓടിക്കാൻ ധൈര്യമില്ല, ഉറപ്പായിട്ടും ഞാൻ വണ്ടി ഓടിച്ച ആക്സിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ തന്നെ ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്തു. കരഞ്ഞുകൊണ്ട് ഇപ്പോൾ കണ്ണിൽ ഇരുട്ടാണോ ഒന്നും എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിച്ചു, നിൻ്റെ പേര് ഓസ്റ്റിനാണോ? അതെ. ഞാൻ ലേറ്റാണ്, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, അറിഞ്ഞില്ല കാര്യമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു ചാൻസിൽ നാരോ ചാൻസ് 99% നിങ്ങൾക്ക് ചാൻസിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു അടുത്ത 12 മണിക്ക് എക്സാം ഉണ്ടല്ലോ, അതിനെ എന്നെ ഇരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു ചാൻസും ഇല്ല, 99.99% ഇല്ല, നിങ്ങൾക്ക് റീബുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരു ചാൻസെങ്കിലും ഉണ്ട്, ഒരു 1% ചാൻസ് ഉണ്ട്, ഞാൻ വെയിറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ റിസ്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ഉള്ളിലേക്കൂടെ 11 മണിക്ക് ഒരാൾ കയറി വന്നു. എൻ്റെ മുമ്പിൽ എന്തോ ഇടിവാൾ മിന്നി പോലെ ഓരോരുത്തരും കയറി വരുമ്പോൾ അവസാനം 11:45 11:45 കുറേ പേര് കയറി വന്ന് ഒരുമിച്ച് കയറി. ഞാൻ അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചോദിച്ചു, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ആ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു, ഒരു ചാൻസും ഇല്ല, ഞാൻ പരമാവധി ആൾക്കാരെ കയറ്റി ലാസ്റ്റ് ഫൈനൽ ചെക്ക് ചെയ്ത് നിന്നോട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണിന് ഈ കാണുന്നത് പോലെയല്ല, ഞാൻ ഈ കാണുന്ന സ്ട്രോങ് ആയ പോലെയല്ല, കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുക മാത്രം. വൈഫ് അവിടെ ഇരുന്ന് നീലത്തരിയും പച്ചത്തരിയും കത്തിച്ച് വീട്ടിലിരുന്ന് മുട്ടുമ്മ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഞാൻ 11:45 കഴിഞ്ഞു, 12 മണിക്കാണ് എക്സാം. 11:50 ആ ഇൻഡിവിജ്വലായിട്ട് വന്ന് പറഞ്ഞു, ഒരാൾ വന്നിട്ടില്ല, ആ ആൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കയറ്റാൻ ശ്രമിക്കാമെന്ന്. കൃത്യം 11:55 ആ ആളും വന്നു. NMCയിലുള്ള സകലവരും വന്ന് പറഞ്ഞു, നിനക്ക് പോകാം, ഞങ്ങൾ വേറൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പം ഫോൺ ചെയ്തിട്ട് എന്ന് പറഞ്ഞു, എൻ്റെ സകല പ്രതീക്ഷയും പോയി. വൈഫിനോട് പറഞ്ഞു, എടി കഴിഞ്ഞു, നമുക്ക് പോകാമെന്നാണ് പറയുന്നത്, എന്തായാലും ഇത്ര എത്തിയില്ലേ, പ്രാർത്ഥിക്കുക, ഇരിക്കുക, 12:05 കഴിഞ്ഞിട്ട് വന്നാൽ മതി, ദൈവം നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ കാണുന്ന എന്ന് പറയുന്നത് ദൈവം മിറക്കിൾ കൺമുമ്പിൽ കാണിക്കുന്ന പോലെയായിരുന്നു ഞാൻ കണ്ടത്. എൻ്റെ കയ്യിൽ 10 പൈസയിൽ ഇനി ബുക്ക് ചെയ്യാൻ. ആ വന്ന കാൻഡിഡേറ്റിനോട് NMCയിലെ ഫസ്റ്റ് നമ്മളെ അസസ് ചെയ്യും. അവർ വന്ന് കാണുന്നു, NMCയിലെ ആൾക്കാർ വന്ന് കണ്ടു, ഒരാൾ വന്ന് കണ്ട് സംസാരിക്കുന്നു, ഗ്ലാസ് ഡോറാണ്, ആ ആൾ അകത്തേക്ക് പോകുന്നു, വേറൊരാൾ വന്ന് NMCയിലെ ആൾക്കാർ വന്ന് സംസാരിക്കുന്നു. ആദ്യം കണ്ട ആൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു, നമ്മൾ കാല് പിടിച്ചത് ചോദിക്കില്ലേ, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അവർ പറഞ്ഞു, അവർ ഈ പറഞ്ഞ ഈ വേർഡാണ്, വെയിറ്റ് ഫോർ 2 minutes, ഐ വിൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞു. അടുത്ത മിനിറ്റ് ആ പറഞ്ഞ കാൻഡിഡേറ്റ് പുറത്ത് വരുന്നു, മോളിൽ നിന്നുള്ള ഇൻട്രോ വന്നു, പുട്ട് യുവർ ബാഗ്, ഗെറ്റ് ഇൻസൈഡ്, അപ്പിയർ എക്സാം. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ തല എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്സായിരിക്കും, ഒന്നും കാണുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല. അപ്പോഴാണ് എൻ്റെ മുമ്പിൽ പെട്ടെന്ന് വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തൊരു കാര്യം, ഒരു ചെറിയ കുഞ്ഞു കാര്യം എൻ്റെ മുമ്പിൽ മനസ്സിൽ തെളിഞ്ഞു വന്നത്. ഓരോ 10 സ്റ്റേഷൻ ഡോസ്കി എക്സാമിന് ഓരോ സ്റ്റേഷന് മുമ്പിലും മുട്ടുകുത്തി സ്വർഗസ്ഥനായും നന്മ നിറഞ്ഞു പറയുകയും, ഓരോ സ്റ്റേഷൻ കയറുന്ന സമയത്തും ഞാൻ ചെല്ലും, ഇറങ്ങി എക്സാം കഴിഞ്ഞു അവിടെ ഇൻഡിവിജ്വൽ എക്സാമിനറിന് മുമ്പിൽ തന്നെ മുട്ടുകുത്തി സ്വർഗസ്ഥനായി നന്മറിയും വിശ്വാസഭാവമാണ് ഏറ്റുചൊല്ലിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. 10 സ്റ്റേഷനും അതുപോലെ ഞാൻ ചെയ്തു. ആ 10 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു 2 സ്റ്റേഷൻ ഞാൻ പൊട്ടും, അതെനിക്ക് തീർച്ചയാണ്. കാരണം അത് നേരെ പ്രോബ്ലമാണ്, പക്ഷേ അത് പൊട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും ഞാൻ ദൈവത്തിൽ അർപ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വന്ന് വൈഫിനോട് പറഞ്ഞു, ഇതാണ് അവസ്ഥ, 2 സ്റ്റേഷൻ പൊട്ടും, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് വൈഫ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ 5 ദിവസം കഴിഞ്ഞപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ 8 സ്റ്റേഷൻ ഞാൻ വിചാരിച്ച പോലെ ദൈവം എനിക്ക് പാസ്സാക്കി തന്നു. 2 സ്റ്റേഷൻ ഞാൻ പൊട്ടി. രണ്ടാമത് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തപ്പോൾ ആദ്യത്തെ 8 മണിക്ക് വന്ന കുറേ പേര് അവിടെ വന്ന് എൻ്റെ കൂടെ പറഞ്ഞു. അവർ ഇടയ്ക്ക് എന്നോട് സംസാരിച്ചതാണ്. അപ്പോഴവർ പറഞ്ഞു അവർ 7 സ്റ്റേഷൻ പോയി, ഞാനോ 8 സ്റ്റേഷൻ പാസ്സായി. അവർ 7 സ്റ്റേഷൻ ഫെയിലായി, ഞാൻ 8 സ്റ്റേഷൻ വിന്നായി. ഇതാണ് ഞാൻ കണ്ട സാക്ഷ്യം. അതോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു, ഇനി ഉടമ്പടി ജീവിതത്തിൽ മാറി ജീവിക്കില്ല. അതോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ആ 2 സ്റ്റേഷൻ ക്ലിയറായി. വന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് മാധവൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയത്. മാർച്ച് 27 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഏപ്രിലിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ
വീണ്ടും NMCനെ ഞാൻ വിളിച്ചു, കാരണം എൻ്റെ പിൻ നമ്പർ എതിരെ വന്നില്ല, എന്തോ ഒരു പ്രോബ്ലംസ്. അവരെ ഞാൻ വിളിച്ചു. അവർ പറഞ്ഞു നിങ്ങളുടെ എന്തൊരു ഡിക്ലറേഷൻ ഫോമാ, അത് ഇതിപ്പോൾ ക്ലിയർ ആയി തരാം. ഒരു ദിവസത്തിനുള്ളിൽ അതും പിൻ നമ്പർ 6 വർഷം വെയിറ്റ് ചെയ്ത പിൻ നമ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി. അതിനുശേഷം ഇതും തീർന്നില്ല, ദൈവം പിന്നെയും കരുണ എന്നിലേക്ക് വർഷിച്ചു. 16 ആപ്ലിക്കേഷൻ എൻ്റെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു, 16 എൻ്റെ റിജക്റ്റായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തതെന്നൊരു ചേച്ചി, ആ ചേച്ചി വെറുതെ ഒരു നേഴ്സിംഗ് ഡേയുടെ അന്ന് അവിടെ ഒരു പ്രോഗ്രാമിന് പോയതാണ്. അപ്പോഴാണ് അവിടുത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഡയറക്ടർ ചോദിച്ചത്, നീ എന്താ ചെയ്യുന്നത്, എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞങ്ങൾ 4 പേര് ഞങ്ങളുടെ ഒരു വാർഡിലുണ്ട്, ഞങ്ങൾക്ക് എല്ലാവരും പിൻ നമ്പർ കിട്ടിയിരിക്കുന്ന, ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള സെക്രട്ടറിയോട് ചോദിച്ചു, ആ നേഴ്സിൻ്റെ ആയിട്ട് ചോദിച്ചു, ഇതെന്താ സംഭവിച്ചത് പറഞ്ഞു. അവരങ്ങനെ പറയുന്നു, വേറെ വേക്കൻസി ഇല്ല. അപ്പോൾ തന്നെ ഡയറക്ടർ, നമ്മുടെ മാതാവിനെ പോലെ എനിക്ക് തോന്നിയൊരു ഡയറക്ടർ പറഞ്ഞ കാര്യം ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത്. ചേച്ചിയോട് പറഞ്ഞു, സെൻഡ് ആൻ ഇമെയിൽ ടു ആഷ്ലി ദാറ്റ് സെക്രട്ടറി, ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് any reply within 2 weeks, come and see me, I will post you എന്ന്. ഈ വേർഡാണ് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതാണ് ഞാൻ കേട്ടത്. 2 ആഴ്ചക്കുള്ളിൽ ഞാൻ എനിക്ക് ഇൻ്റർവ്യൂ കഴിയും, ഒരു ക്ലിയറൻസും കൂടാതെ NMC ഒരു ജോബ് ഇതിന് പോയൊക്കെ തന്നെ മനസ്സിലാവും എത്തോരം പേപ്പർ വർക്ക് ചെയ്യുന്നു. ഒരു പേപ്പർ വർക്ക് കൂടാതെ ഇന്ന് ഒരു വാർഡിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ദൈവം തന്ന ഈ അനുഗ്രഹത്തിനോർത്ത് ഇനിയും കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, കുറേ കുഞ്ഞു കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സംരക്ഷണം എൻ്റെ ജീവിതത്തിലുടനീളമുണ്ട്. ഇനി വലിയൊരു സാക്ഷ്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ദൈവം അത് തരുന്ന് 100-100 പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഓസ്റ്റിൻ്റെ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത്. മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം ഈ മകനുണ്ടായിട്ടുള്ള അനുഭവമാണ് ഈ മകനിവിടെ പങ്കുവച്ചത്. ജോലി സ്ഥലത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ അതെല്ലാം വളരെ പ്രാർത്ഥനയോടുകൂടി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഭാര്യയും പ്രാർത്ഥിച്ചു, 2 പേരും കൂടി പ്രാർത്ഥിച്ചു. വളരെ ഭക്തിയോടുകൂടെയുള്ള ആ ഒരു മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള അവരുടെ ഉറപ്പും ഇതെല്ലാം, അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ ഇതെല്ലാഞ്ഞിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നോട്ട് ബൈ മൈ മെറിറ്റ്, ബൈ ഗ്രേസ്, ഗോഡ്സ് ഗ്രേസ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത്. അതിന് നമുക്കെല്ലാവർക്കും ദൈവത്തിനോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കാം. ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ഇവർക്ക് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം.